അയാൾക്ക് നമ്മുടെ പാർട്ടിയായിട്ട് എന്ത് ബന്ധമാണ്? ഞാൻ ചോദിക്കട്ടെ, പാർട്ടിയായിട്ടുള്ള ബന്ധം അവിടെ നിൽക്കട്ടെ. ഈ ജവാൻ സുഗുണമാമൻ എന്ന് പറഞ്ഞ ഞങ്ങളെ കുടുംബമായിട്ടുള്ള ബന്ധം അറിയാമോ? അതെനിക്കറിയത്തില്ല. നിനക്കൊന്നും അറിയില്ല. ഹവീൽദാർ മാമനും ഈ സുഗുണം മാമനും മച്ചാന്മാരായിരുന്നു. അവര് പട്ടാളത്തിലായിരുന്നപ്പോഴേ ഒരു പായിലിരുന്ന് ഉണ്ട്, ഒരു പായി കിടന്ന് ഉറങ്ങി, ഒരുമിച്ച് എപ്പോഴും ഒരുമിച്ച് ഇരട്ടകള്. ചേട്ടനനി എന്നാണ് എല്ലാരും പറയണത്. സയാമീസ് അങ്ങനെ ഒട്ടിയായിരിക്കും. അപ്പൊ നമുക്ക് സുഗുണമാമന്റെ മരണം ഞാൻ പറഞ്ഞില്ലേ, ഇതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യണം. പിന്നെ അവിടെ ഡെഡ് ബോഡിയുടെ സൈഡിൽ ഒരു മനുഷ്യനെ നിർത്തരുത്. കംപ്ലീറ്റ് നമ്മൾ ആളുകളായിരിക്കണം. പിന്നെ കരയാനൊക്കെ ആയിട്ട് നമ്മളെ കുറച്ച് പേരൊക്കെ വിളിച്ചോ, കുറച്ച് കരച്ചിലും ബഹളവും അങ്ങനെയൊക്കെ വേണം. അല്ല അളിയ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സുഗുണമാമനെ അളിയൻ അറിയാമോ? അറിയാന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇട ഇനി അതൊന്നും ആലോചിക്കല്ലേ. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇതിന് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി ഗുണമാണ്, കുറച്ച് വോട്ട് അവിടെ നിന്ന് കിട്ടും. മനസ്സിലായ? പിന്നെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്ത് ഒരുത്തൻ ഒരു കൊലക്കേസ് പ്രതിയെ നേരെ കൊണ്ടുവന്ന് അപ്പുറത്തെ പാർട്ടിക്കാർ പറയും ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ആളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞില്ല വ്യക്തികളില്ല, എല്ലാം പാർട്ടിയും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഏറ്റെടുത്ത് അതിൻ്റെ രീതിക്ക് നടത്തി കഴിഞ്ഞാൽ 10 വോട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ വോട്ടാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ അല്ലാണ്ട് മനസ്സിലായല്ലോ. നീ ഒന്നും ചെയ്യണ്ട, നീ മിണ്ടാതെ ആളായിട്ട് ഇങ്ങനെ നിന്നാൽ മതി. പിന്നെ വേറൊരു കാര്യം, അവിടെ കൊടുക്കാനുള്ള മറ്റേ കട്ടൻ ചായ, ഡിസ്പോസബിൾ ഗ്ലാസ്, പിന്നെ കുറച്ച് ഉച്ചയ്ക്ക് വരണവർക്ക് വേണമെങ്കിൽ ഊണ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിക്കോ. കുറച്ച് പിരിക്കാം, നമുക്ക് കുറച്ച് ഫണ്ട് വേണം. ഫണ്ട് ഉണ്ടാക്കാം, അതിനുള്ളൊരു ഇതല്ലേ ഇത്. ഇപ്പൊ കയ്യിൽ എത്ര ഉണ്ട്? ഇപ്പൊ കയ്യില് കാലിലൊന്നുമില്ല. നീ ഇങ്ങോട്ട് വാ.